ഈ ഓട്ടോ എക്സ്പോയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും അത്ഭുതം തുളുമ്പുന്ന ഒരു വസ്തുവായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഹെലി ടാക്സിയാണ്. അതായത് ഹെലികോപ്റ്ററും അല്ല, വിമാനമല്ല, എന്നാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയ ഡ്രോൺ, അതിനകത്ത് കുറച്ച് സീറ്റുകൾ വെച്ച് അങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ശൂന്യ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത്. സർല ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. വേൾഡിൽ തന്നെ ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം നമ്മളിങ്ങനെ പല സിനിമകളിലൊക്കെ ഇങ്ങനത്തെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹെലി ടാക്സി നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. ഇത് ആക്ച്വലി ബാംഗ്ലൂരിൽ ഈ പറയുന്ന പോലെ ട്രാഫിക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് 6 സീറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു കോക്പിറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. ഇതിന് പൈലറ്റിന് അവിടെ ഇരിക്കാം. പിന്നെ ഇതിനകത്ത് 6 സീറ്റുകൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സീറ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മുടെ ടെറസിന് മുകളിൽ കൊണ്ട് ഇറക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് സ്പേസ് മതി എന്നാണ് പറയുന്നത്. ഓപ്പൺ ടെറസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊണ്ട് വലിയ കെട്ടിടത്തിനൊക്കെ മുകളിൽ ഇറക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹെലികോപ്റ്ററിനേക്കാളും സൂപ്പറായിട്ട് സേഫറായിട്ടുള്ളൊരു വാഹനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാർജിൽ ഇത് ഇലക്ട്രിക്കായിട്ട് പോകുന്നൊരു സാധനമാണ് കേട്ടോ. അതായത് ഫ്യൂവൽ ഒടിക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാണ്. 25 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് എടുക്കാൻ പറ്റും. ഒറ്റ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ വരെ ഇതിന് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് ശരിക്കും പറയാൻ ഭയങ്കര ഒരു അത്ഭുതമായി കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊക്കെ നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിലും ഹോളിവുഡിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു വാഹനം, ആ ഒരു വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭീകരതയാണോ ഭംഗിയാണോ എന്നൊന്നും പറയാണ്ട് സാധിക്കുന്നില്ല. അമ്മാതിരി ഒരു ഐറ്റം കേട്ടോ, ഒരു രക്ഷയില്ല. എന്താണ് സൂപ്പർ സംഭവം. ഇങ്ങനെ ഒരു വാഹനം നമ്മുടെ നാട്ടിൽ വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.